എവിടെയെങ്കിലും ഒളിപ്പിച്ചേ പറ്റൂ. ഞാൻ പറയുന്നത് രണ്ടുപേർക്കും കേൾക്കാൻ പറ്റും. വർത്താനം കുറച്ച് മതി. ആദ്യം ടെൻഷൻ അടിച്ച് ചൊറിഞ്ഞു. എന്തായാലും ഇതെവിടെ വെക്കാനുള്ള പ്ലാൻ? ഈ ഡിക്കിയിൽ വെച്ചാലോ? അപ്പുറത്ത് എങ്ങനെ കൊണ്ട് വെക്കുന്നു? ഇവിടെ ആരെങ്കിലും ഞാൻ പറയുന്നത് കേക്ക്, ഈ ഡിക്കി തന്നെ വെച്ചാൽ മതി. അവൻ പറഞ്ഞാൽ ശരി, ഇതിനകത്ത് തന്നെ വെക്കാന്നേ. അടയാളം വല്ലതും വെക്കണോ? ആ, നീ ഇവിടെ കുത്തിയിരുന്നോ? എന്റെ ഭഗവതി, എടാ വണ്ടിയുടെ ഫോട്ടോ എടുത്തു. വിട്ടോ വാ. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ. അതെ, ഈ ചട്ടങ്ങളൊക്കെ എങ്ങനെ മാറ്റിയാലേ ഞങ്ങള് പോലീസുകാർ പിന്നെ എന്ത് ചെയ്യാനാ? അമ്പലത്തിൽ പോയി പൂജ ചെയ്യാനാ. അങ്ങോട്ട് പോയി നോക്ക്, അവിടെ പോയി നോക്ക്. പള്ളിക്കൂടത്തിലെ പിള്ളേരെ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കുന്നത്. ഇയാൾക്ക് പറഞ്ഞാൽ മൊത്തം കുട്ടിച്ചില്ലും തകരപ്പാട്ടയാ. ആ പോയി നോക്ക്, അവിടെ നോക്ക്. ദൈവമേ, ഇവിടെ ആരും കാണല്ലേ, എനിക്ക് വയ്യ പേടിക്കാൻ. എന്താണ് മൂത്രമൊഴിക്കാൻ വന്നാണ് സാർ. ഓ, നിന്റെ വീട് എവിടെടാ? ശങ്കരമംഗലത്ത്. അവിടെ ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാ? 30 കിലോമീറ്റർ. ഓ, അപ്പൊ നിന്റെ നാട്ടിൽ ഒന്നും മൂത്രമൊഴിക്കാനുള്ള സ്ഥലമില്ലേ? ഈ 30 കിലോമീറ്റർ നീ എങ്ങനെ പിടിച്ചു നിന്നടാ? ജോസപ്പേ, തോക്കിനുള്ളിൽ കയറി പിടി വെക്കില്ല. ഇല്ല സാർ. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നത്? സാർ, ആ കിടക്കുന്ന ടാക്സി എന്റേതാ. അതുകൊണ്ട് ഇതിലെ ഒരു പാർട്ടിയായി വരുമ്പോ ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ഇതിനകത്തേക്ക് തള്ളിക്കയറ്റി കൊതുകിന്റെ മൂളിപ്പാട്ടൊക്കെ കേട്ട് കിടക്കുമ്പോഴാണ് സാറിന്റെ വരവ്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യമാണോന്ന് പറയണെങ്കിൽ എന്റെ കൂടെ സാറും വാ. എന്തിന്? വീട്ടിൽ ചെന്ന എന്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. ഓ, അയ്യടാ, ഓസിന് പോലീസ് ജീപ്പ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ സാറേ. ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങളൊന്നും തലയിൽ വെക്കണ്ട, നമുക്ക് പോവാം. നാളെ നേരം വിളക്കുമ്പോ നീയും കാണരുത്, നിന്റെ കാറും കാണരുത്, നീ വിളിച്ച് മൂത്രം ഇവിടെ കാണരുത്. അത് പിന്നെ പറ്റി പൊയ്ക്കോളൂ. ഉത്തരവ്. എന്തേ? ശരി സാർ. പോലീസുകാരൻ മൂളിയാ കൂടെ SI മൂളാണ്. ആ പെട്ടിയിൽ എന്ത് കുന്തായാലും അതൊരു കുരിശ. അത് പോലീസുകാർ എടുത്തോണ്ട് പോകുന്ന നല്ലത്, അല്ലെങ്കിൽ ഞാൻ കുടുങ്ങും. സാർ, എന്താടാ? എല്ലായിടത്തും പരിശോധിച്ച സ്ഥിതിക്ക് ഈ കാറിന്റെ ഡിക്കി കൂടെ ഒന്ന് പരിശോധിച്ചൂടെ? ആ പറഞ്ഞത് ന്യായം. ഒന്ന് നോക്കിയാലോ? അയ്യോ വേണ്ടേ, എന്നിട്ട് വേണം അതിനകത്ത് ഒന്നും ഇല്ലാന്ന് അറിയുമ്പോ എല്ലാവർക്കും കൂടെ ഒന്നങ്ങ് ചിരിക്കാൻ. എനിക്കിനി ചമ്മാൻ വയ്യേ. ചമ്മ ഞങ്ങൾക്കും വയ്യേ. ഇതിനകത്തൊന്നും ഒരു തേങ്ങ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഡേ നീ അത് എടുത്തോ. പയ്യ രക്ഷപ്പെടട്ടോ. മണ്ടച്ചാരേ മുട്ടത്തലേ മണ്ടച്ചാരേ മുട്ടത്തലയിനെ കണ്ട. അപ്പൊ റിഹേഴ്സൽ തുടങ്ങാം. ചന്തു, പുതിയ 2 ഡയലോഗ് ഉണ്ട്, നോട്ട് ചെയ്തോ? ഓക്കെ. ആ പറഞ്ഞ മാഷെ. നിധി നിധി നിധി, നിധി എന്ന് വിധി, വിധി എന്ന് നിധി, ആ വിധി ഈ വിധി ദുർവിധി. ഇതെന്താ മാഷെ, ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ. എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ള നിർബന്ധമൊന്നും വേണ്ട. ഈ മനസ്സിലാക്കാൻ കഴിയാത്തതിനാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമ്മൾ പോലും ചിന്തിച്ചുണ്ടാക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിച്ചുണ്ടാക്കി നമ്മളെ പുകഴ്ത്തും. ഈ മാഷ ഒരു സംഭവം തന്നെ. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. ദൈവം തന്ന നിധി, പ്രപഞ്ചം തന്ന നിധി, സ്വപ്നം തന്ന നിധി. ആ നിധി അതെവിടെ? കൊണ്ടുവരൂ. കൊണ്ടുവന്നു കൊണ്ടുവന്നു കൊണ്ടുവന്നു. ഇത് തുറക്കാൻ വീണ്ടും ഒച്ച വെച്ച് ബുദ്ധിമുട്ടണോ? വേണ്ട വേണ്ട വേണ്ട. അയ്യോ,
സാജനോ? എന്തു പറ്റിയടാ? നിങ്ങൾ പേടിക്കണ്ട, ഇതെന്റെ ഫ്രണ്ടാ സാജൻ. ഹലോ. ഇവൻ ആളൊരു ഗൗളിയാ, ഏത് മുടുക്കിലും കേറിയിരിക്കും. എന്നാലും ഇതിനകത്ത് ഇവൻ എങ്ങനെ കേറിയെന്ന് ഇവന്റെ അടുത്ത് രഹസ്യമായിട്ട് ചോദിച്ചിട്ട് പറയാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, വാടാ. ശ്യാം, നീ അതൊന്ന് മെഷർ ചെയ്തേക്ക്. ഓക്കെ. ആ മാഡം, ടി വി നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. അമ്മേ, എന്റെ ബെഡ്റൂമിലും ടി വി വെക്കണം. നിക്ക് ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനാവട്ടെ. എനിക്ക് കിച്ചണിൽ നിന്നാലും ടി വി കാണണം, അത് പറ്റുമോ? സോറി മാഡം, കിച്ചണിൽ നിന്ന് ടി വി കാണരുത്. കോൺസെൻട്രേഷൻ ഒന്നും തെറ്റിയാ ഫുഡ് ചീത്തയാവും, പിന്നെ അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. കുട്ടി അതൊന്നും അറിയണ്ട, ഇവള് പറയുമ്പോൾ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി. അതാ ഞാനും വിചാരിച്ചേ, ഈ പെണ്ണിന്റെ ഇഷ്ടത്തിനാണോ നമ്മുടെ വീട്ടിൽ ടി വി കാണുന്നത്? ഇതാ ഈ വക ടീമുകളെ ഒന്നും അടുപ്പിക്കാത്തത്. താമസിക്കുന്നത് ഞങ്ങളാ, ഞങ്ങളുടെ സൗകര്യം നോക്കേണ്ടത്. Sorry sir, this is not my taste and I do not want to continue this deal. Sure. Yes madam. Pack it up. ഹലോ. ഹലോ, ഞാൻ വിവേക്, സാജന്റെ ഫ്രണ്ടാ. ഞാനിത് പ്രതീക്ഷിച്ചതാ. ഒരുത്തന്റെ കയ്യിൽ നമ്പർ പോയാല് പിന്നെ അതങ്ങ് പടർന്ന് പോവല്ലോ. എന്താ ഇയാൾക്ക് ഇപ്പൊ വേണ്ടത്? അവളുടെ അമ്മൂമ്മടാ. ഹലോ. ഹലോ പാറു, എടാ ഞാനാ സാജൻ. നിനക്ക് എന്തിനു കേടാ? നീ എന്തിനാ എന്റെ നമ്പർ? എടി നിന്നെ ഇവൻ ലൈൻ അടിക്കാൻ വേണ്ടി വിളിച്ചൊന്നുമല്ല, അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. ഞാനിപ്പോ നല്ല മൂഡിലല്ല, ഒരു വർക്ക് കഴിഞ്ഞു പോയി. എനിക്ക് ചെറിയൊരു ആപത്തുണ്ട്, നീ എന്നെ ഒന്ന് രക്ഷിക്കേ, വരല്ലേ? നിങ്ങൾ വലിയ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ വിളിച്ചത്. ഇവൻ വിളിക്കാനുള്ള മൂഡിലും അല്ലായിരുന്നു. അവനെന്താ പ്രശ്നം? അവന് ഒന്ന് വരുമോ? ഞങ്ങൾ റോയൽ ഗാർഡൻസിലെ കോഫി ഷോപ്പിലുണ്ട്. ഒടുക്കത്തെ ജാടയാണല്ലോടാ. ഏയ്, അവളും എന്തോ കുഴപ്പത്തിലാ, അതാ വരും. അച്ഛൻ്റെ അടുത്തുനിന്ന് വഴക്കൂടി വീണ്ടും ഒരു 2 lakh അറേഞ്ച് ചെയ്ത ഒരു വർക്ക് എടുത്തത്. അത് കൈവിട്ട മൂഡിലാണ് ഞാൻ. ഓ, ഇതാണോ തൻ്റെ ഫ്രണ്ട്? സോറി. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ്റെ വക. കഴിഞ്ഞ ആഴ്ച ഒറ്റയടിക്ക് ഒരു 5 പോയത്. അതൊക്കെ പോട്ടെ, പറ, എന്താ നിന്റെ ജീവൻ പോണ പ്രശ്നം? ഇങ്ങനെ കുറെ വിളി ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വിളിച്ചിട്ടിരിക്കുക. ഇതെങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടിയെന്നൊക്കെ പറയാം. അതിനേക്കാൾ വലിയ വർഷം ഇത് എന്ത് ചെയ്യുന്ന. ഇത് എവിടുന്ന് കിട്ടിയതാണ് സാജ? എക്സ്ക്യൂസ് മീ സർ, ഓർഡർ പ്ലീസ്. ഒരു ക്യാപ്പുച്ചിനോ. താങ്ക് യു സർ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ എനിക്ക് വട്ടാവും. ഒറ്റയടിക്ക് 10,000 രൂപ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഇത് തിരിച്ചു കൊടുക്കാന്നാ ഇവൻ പറയുന്നത്. എങ്ങനെ കൊടുക്കും, ആർക്ക് കൊടുക്കും? ഈ പണത്തിന്റെ ഒറിജിനൽ അവകാശിയല്ലല്ലോ അവൻ കണ്ടത്. പോലീസിൽ ഏൽപ്പിച്ചാലോ? അതാ ഞാനും പറഞ്ഞു. അത് പിന്നെ എങ്ങും എത്തത്തില്ല, പല പീസുകളായിട്ട് പല പോക്കറ്റിലേക്കും പോകും. എടാ, നിനക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ആ ദൈവം കാണിച്ചു തന്ന വഴിയാ ഒന്ന് രക്ഷപ്പെടാൻ. ഈ കാശ് എടുത്ത് ബിസിനസ് ചെയ്യാനാ ഇവൻ പറയുന്നത്. പെട്ടെന്ന് അങ്ങനെ ചെയ്താ കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് ഓർത്ത് എല്ലാവർക്കും സംശയമാവില്ലേ? അതിനല്ലേ പണച്ചാക്കെന്ന് പറഞ്ഞ് ഈ പാർവതിയെ വിളിച്ചു വരുത്തിയത്. ഇവൻ പറഞ്ഞതാ പണച്ചാക്കെന്നൊക്കെ. പണം വല്ലതും കയ്യിലുണ്ടോ അതോ ചാക്ക് മാത്രമുള്ളോ? ഞാൻ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. എന്ത് ചാക്കേ ഉള്ളോന്നോ? ഇയാൾ ആദ്യം ഈ ചൊറിച്ചിലൊന്ന് നിർത്ത്. നിങ്ങൾ ഇത് പറയുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, അച്ഛനോട് ഡിസ്കസ് ചെയ്താൽ ഒരു കറക്റ്റ് സൊല്യൂഷൻ കിട്ടും. കാശ് കളയാണെന്തോ പുതിയ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. അച്ഛാ, എങ്ങനെയുണ്ട് അച്ഛാ? ത്രിമൂർത്തി അസോസിയേറ്റ്സ്, ഡിഫറെന്റ് നെയിം isn't it? 3 പ്രിസണേഴ്സ് നിട്ടാലും മതി, 3 ജയിൽ പുള്ളികൾ, 3 അകത്താകും. അല്ല പിന്നെ അവിടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മുൻപിൻ പരിചയമില്ലാത്ത ഡാമ്പിള്ളാരുടെ കൂടെ ബിസിനസ് ചെയ്യാൻ പോകുന്നു. പുന്നാര മമ്മി ആയിരിക്കും ഇതിനെല്ലാം സപ്പോർട്ട്. അയ്യോ, ഇതിനിടയിലേക്ക് എന്നെ വലിച്ചഴിക്കല്ലേ. അച്ഛാ, എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പൈസ എല്ലാം അവര് മുടക്കും, ഞാനൊന്ന് നിന്ന് കൊടുത്താ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം. അച്ഛൻ കാശ് തരുമോ? 2 മാസം കൊണ്ട് എന്റെ മോള് കത്തിച്ച് കളഞ്ഞ കാശ് എത്രയാ?
നിക്ക് ഇതേ ജോയിൻ ചെയ്യാൻ അച്ഛൻ സമ്മതിച്ച 6 മാസം കൊണ്ട് വാങ്ങിയതൊക്കെ ഞാൻ തിരിച്ചുതരാം. പ്ലീസ് അച്ഛാ, സമ്മതിക്കേ. ഇനി ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ? ആ പയ്യന്മാരെ കുറിച്ച് ഇവൾ എന്നോട് പറഞ്ഞതാ. കുഴപ്പക്കാരല്ലെന്ന് എനിക്ക് ഉറപ്പാ. നിന്റെ ബലത്തിൽ മിസ്റ്റർ ജി കെ, കൂടുതൽ വാചകം അടിക്കാതെ മര്യാദയ്ക്കൊന്ന് സമ്മതിക്കേ. ജി കെ നിലംപരിശായി. അവരെ വിളിച്ച് പറയട്ടെ.